നമസ്കാരം. MRS വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അശ്വിനി കെ. പ്രധാന വാർത്തകൾ. ബേട്ടൂർപാറയിൽ നടന്ന കാസർഗോഡ് സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ രചനാ മത്സരങ്ങളിൽ MRS മികവ് തെളിയിച്ചു. 6 ഒന്നാം സ്ഥാനങ്ങൾ. കഥാരചനയിൽ സുധന്യയും കവിതാരചനയിൽ അഹല്യയും ഒന്നാം സ്ഥാനക്കാർ. ലളിതഗാനത്തിൽ അനുശ്രീ കെ. ചിത്രരചനയിൽ നീതു. कुछ गड़बड़ी पहले कुछ मेरे मन में कुछ डर हो गया। വാർത്തകൾ വിശദമായി. ബേട്ടൂർപാറയിൽ വെച്ച് നടന്ന സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ MRSലെ കുട്ടികൾ മികവ് തെളിയിച്ചു. രചനാ മത്സരങ്ങളിലാണ് കൂടുതൽ കുട്ടികളും തങ്ങളുടെ പ്രാവീണ്യം തെളിയിച്ചിരിക്കുന്നത്. വർഷങ്ങളിലായി രചനാ മത്സരങ്ങളിൽ മികച്ച നിലവാരം പുലർത്തുകയാണ് MRS. മലയാളം കഥാരചനയിൽ 10ാം തരത്തിലെ സുധന്യയും കവിതാരചനയിൽ 8ാം തരത്തിലെ അഹല്യയും ഫസ്റ്റ് A ഗ്രേഡ് നേടി. ചിത്രരചന പെൻസിലിന് +1 കൊമേഴ്സിലെ നീതു കെ ഫസ്റ്റ് A ഗ്രേഡ് നേടി. UP വിഭാഗത്തിൽ ലളിതഗാനത്തിന് 7ാം തരത്തിലെ അനുശ്രീ കെ ഫസ്റ്റ് A ഗ്രേഡ് നേടി. ഉറുദു പദ്യം ചൊല്ലലിൽ 3rd B ഗ്രേഡും അനുശ്രീ നേടി. UPയിൽ അനുശ്രീ നയിച്ച സംഘഗാനത്തിനാണ് ഫസ്റ്റ് A ഗ്രേഡ്. HS വിഭാഗം ഹിന്ദി പ്രസംഗത്തിൽ 9ാം തരത്തിലെ ബബിത ബാലൻ ഫസ്റ്റ് A ഗ്രേഡ് നേടി. തമിഴ് പദ്യം ചൊല്ലലിൽ 10ലെ എമീമയ്ക്ക് A ഗ്രേഡോടുകൂടി 2ാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞു. HSS വിഭാഗത്തിൽ മലയാളം കവിതാരചനാ മത്സരത്തിൽ +1 സയൻസിലെ സുകന്യ M 2ാം സ്ഥാനവും കഥാപ്രസംഗത്തിൽ +1 സയൻസിലെ സുദിന KV 2ാം സ്ഥാനവും നേടി. UP വിഭാഗം ലളിതഗാന മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ അനുശ്രീയുടെ ലളിതഗാനത്തിലേക്ക്. രചനാ മത്സരങ്ങളിൽ മികവ് തെളിയിച്ച സുധന്യ, അഹല്യ എന്നിവർ MRS വാർത്തകളുടെ പ്രതിനിധി അഞ്ജനയുമായി സംസാരിക്കുന്നു. ബേട്ടൂർപാറയിൽ വെച്ച് നടന്ന സബ് ജില്ലാ കലോത്സവത്തിൽ കഥാരചനയിൽ 1ാം സ്ഥാനം നേടിയ സുധന്യയും കവിതാരചനയിൽ 1ാം സ്ഥാനം നേടിയ അഹല്യയുമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലും ഇവർ തന്നെയായിരുന്നു കഥാരചനയിലും കവിതാരചനയിലും 1ാം സ്ഥാനം നേടിയത്. അപ്പോൾ ഇവരോട് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സുധന്യ, കഥയ്ക്ക് എന്താണ് വിഷയം ഉണ്ടായിരുന്നത്? വിഷമയ പേജ് തുറന്നത്. ആ വിഷയം എങ്ങനെയാണ് സുധന്യ കഥയിലൂടെ അവതരിപ്പിച്ചത്? കഥയുടെ പ്രമേയം
ആദ്യം ഒരു അധ്യാപകൻ ആ അധ്യാപകൻ്റെ ക്ലാസ്സിൽ ഒരു പ്രിയപ്പെട്ട കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഇതേപോലെ എൻഡോസൾഫാൻ ബാധിച്ചിരിക്കുകയാണ്. അപ്പം ഇയാൾ ആ കുട്ടിയെ കാണാൻ വേണ്ടി പോകുന്നതാണ് എൻ്റെ പ്രമേയം. അപ്പം ആ അധ്യാപകൻ്റെ ഒന്നിച്ച് ആ അധ്യാപകൻ്റെ മോളുണ്ട്. അപ്പം ആ മോളെ അങ്ങനെ കളികളെല്ലാം ബാല്യത്തിൻ്റെ അങ്ങ് മധുരങ്ങളെല്ലാം ആ മറ്റേ കുട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ രോഗം ബാധിക്കുന്നത്. അങ്ങനെയാണ് ഞാനത് അവതരിപ്പിച്ചത്. കഥയുടെ അവസാനം എന്തായിരുന്നു? അവസാനം എന്ന് വെച്ചാൽ ആ കുട്ടിയെ കണ്ടിട്ട് ഇയാൾ തിരിച്ചു പോകുന്നു. അപ്പം ഇയാളുടെ മനസ്സിൽ ആ എൻഡോസൾഫാനുള്ള അങ്ങനെ ആ രോഗത്തിനെ കുറിച്ചുള്ളൊരു ഭയം അയാളുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പം അതിലൊരു ഹെലികോപ്റ്റർ പോകുന്നതായിട്ടും പിന്നെ അവർ രണ്ടുപേരും പേടിക്കുന്നതായിട്ടാണ് അവസാനിച്ചത്. അപ്പോൾ കഥ എഴുതിക്കഴിഞ്ഞപ്പോൾ നല്ല രീതിയിലാണ് എഴുതിയെന്ന് തോന്നിയോ? സമ്മാനം കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് കവിതാ രചനയിൽ 1ാം സ്ഥാനം നേടിയ അഹല്യയോട് ചോദിക്കാം. അഹല്യക്ക് കവിതയ്ക്ക് എന്താണ് വിഷയം ഉണ്ടായിരുന്നത്? മറന്നു വെച്ചത്. എങ്ങനെയാണ് കവിത അവതരിപ്പിച്ചത്? കവിത മറന്നു വെച്ചത് ഞാൻ പണ്ടത്തെ കാലം ഇപ്പോഴത്തെ കാലമായിട്ട് കുറച്ച് ബന്ധപ്പെടുത്തി ഈ കാലാവസ്ഥ അങ്ങനെ പ്രകൃതിയെല്ലാം കുറേ മാറി. അപ്പോൾ അതുമായിട്ട് കവിതയ്ക്ക് 1ാം സ്ഥാനം ലഭിക്കുന്ന പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കിട്ടി. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യൂപി ആയിരുന്നു. അപ്പോൾ ഹൈസ്കൂളിൽ ചെറിയ ക്ലാസ് ആയതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല. കവിത ഒന്ന് ചൊല്ലാൻ പറ്റുന്നു. തിരയുന്നത് കരിഞ്ഞ കുന്നിൻ്റെ പിളർന്ന പള്ളയിൽ കണ്ണുനീരിൻ്റെ ഉപ്പ് പടലയിൽ എരിഞ്ഞു തീരുന്ന മരത്തിനുദരത്തിൽ കുരുന്നു ജീവൻ നിറഞ്ഞു പോകലും കഴിഞ്ഞ കാലത്തിൽ എവിടെയോ വെച്ച് മറന്നു വെച്ചുപോയി ഞാനിൻ്റെ ബീച്ചിൽ ഓണരാവിൻ്റെ ഓളമടിയിലോ ആതിരാനില പന്തലും കീഴിലോ തളിർത്ത മാവിൻ്റെ തളിരും ചുണ്ടിലോ വിരിഞ്ഞ പൂവിൻ്റെ കുരുന്നു കണ്ണിലോ കളിച്ചിരികൾ കിളിമൊഴികൾ കൊളുത്തി വെച്ച് മറന്നുപോയി ഞാനിത് കുന്നു കറുത്ത് പുഴയ്ക്ക് ദാഹിക്കവി വീട്ടിൽ നിലാവിൽ നിശബ്ദതയുടെ സംഗീതമുണരവി ഓർമ്മയുടെ ജീർണിച്ചേടുകളിൽ വാഴപ്പുഴകൾ തേഞ്ചിലെത്തിയപ്പോൾ മണ്ണിൻ്റെ മണമുയർന്നപ്പോൾ മഴത്തുള്ളിയുടെ കുളിരറിഞ്ഞപ്പോൾ മരിച്ചു പോകാത്ത ബാല്യസ്മരണയിൽ ഇടക്കൊന്നു തിരഞ്ഞപ്പോൾ തിരിച്ചു കിട്ടിയും സാഹിത്യത്തിലെ രണ്ട് പ്രധാന പ്രശ്നങ്ങളായ കഥയ്ക്കും കവിതയ്ക്കും 1ാം സ്ഥാനം നേടിയ MRSയുടെ ഈ മിടുക്കി കുട്ടികളെ നമുക്ക് MRS വാർത്തകളുടെ പേരിൽ അഭിനന്ദിക്കാം. UP സംസ്ഥാന മത്സരത്തിലെ വിജയികളിലേക്ക് ആദിയുഷസിന്റെ അജ്ഞാത ഭൂമിയിൽ ആദിയുഷസിന്റെ അജ്ഞാത ഭൂമിയിൽ ആദിത്യമന്ത്രാക്ഷരമുണർന്നു വേദവേദാന്ത പുരാണേതിഹാസങ്ങൾ നീതിബോധങ്ങൾ പകർന്നു തന്നു ആദിയുഷസിന്റെ അജ്ഞാത ഭൂമിയിൽ ആദിത്യമന്ത്രാക്ഷരമുണർന്നു ആദിയുഷസിന്റെ അജ്ഞാത ഭൂമിയിൽ ആദിത്യമന്ത്രാക്ഷരമുണർന്നു വേദവേദാന്ത പുരാണേതിഹാസങ്ങൾ നീതിബോധങ്ങൾ പകർന്നു തന്നു ആദിയുഷസിന്റെ അജ്ഞാത ഭൂമിയിൽ പദസ 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 സാദസ പദസ 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 സരി ഗരി ഗരി സാദ സരി സരി സദാ സരി ഗരി ഗപ ഗപദ പദസ ആദിയുഷസിന്റെ അജ്ഞാത ഭൂമിയിൽ ആദിയുഷസിന്റെ അജ്ഞാത ഭൂമിയിൽ
വേദാന്ത പുരാണേതിഹാസങ്ങൾ നീതിബോധങ്ങൾ പകർന്നു തന്നു. ചിത്രരചനയിൽ ഒന്നാം സ്ഥാനം നേടിയ നീതുവുമായി ഞങ്ങളുടെ പ്രതിനിധി ഹരിത BK സംസാരിക്കുന്നു. ചിത്രരചന പെൻസിൽ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയ +1 കൊമേഴ്സിലെ നീതുവിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം എന്തായിരുന്നു വിഷയം കിട്ടിയത്? പാചകശാല. എന്താണ് വരച്ചത്? നമ്മുടെ മെസ്സാണോ? അല്ല, ഒരു കല്യാണത്തിന് പാചകം ഒരുക്കുന്നതാണ് വരച്ചത്. നല്ല ഭംഗിയിൽ വരച്ചില്ല. അപ്പോൾ ഈ ഫസ്റ്റ് കിട്ടിയത് അറിഞ്ഞിട്ടപ്പോൾ എന്താ തോന്നിയത്? സന്തോഷം. ഫസ്റ്റ് കിട്ടുന്നത് വിചാരിച്ചില്ല? പ്രതീക്ഷിക്കാതെ മുമ്പേ ചിത്രരചന പങ്കെടുത്തിട്ടുണ്ടോ? ഇവിടെ നിന്ന് പങ്കെടുത്തായിരുന്നു, പക്ഷേ പുറത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ചിത്രം വരക്കാൻ പോയത്. ഹിന്ദി പ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ബബിതയുമായി ഞങ്ങളുടെ പ്രതിനിധി സനിഷ ഹിന്ദിയിൽ അഭിമുഖം നടത്തുന്നു. कासरगोड उपजिला केरल कलोत्सव की हिंदी भाषण प्रतियोगिता में पहला स्थान मिला बबीता हमारे पास है। वो 9वीं कक्षा में पढ़ता है। वो बबीता से हम कुछ प्रश्न पूछे। बबीता, तुम्हारे पहला तुमको हार्दिक बधाइयाँ। धन्यवाद। वो ये बहुत खुशी की बात है कि वो हिंदी भाषण प्रतियोगिता में पहला स्थान मिला ये उपजिला कलोत्सव में। तुम्हें जो विषय मिला है वो क्या है? मोबाइल की गुण और दोष वो है। अच्छा, वो तुम्हें अच्छा लगा? हाँ। वो तुम कैसे वो प्रस्तुत किया? तुम्हें कुछ गड़बड़ी होता है? पहले कुछ मेरे मन में कुछ डर हो गया, लेकिन वो भाषण करने के समय कुछ करना ही नहीं होगा। हाँ, अच्छा, वो तुम्हें इस प्रकार डर नहीं है? इस प्रकार भाषण करने के समय ही नहीं है। नहीं। वो तुम्हारी भाषण बहुत अच्छा है। तुम इतना आसानी से हिंदी बोलता है, वो कैसे सकता है? मेरी विद्यालय में एक हिंदी अध्यापक है। वो बार बार हिंदी बोलते हैं। वो सुनकर मुझे उससे कुछ संबंधी होगा। वो तुम्हें कुछ तुम क्या बोला उस समय? मोबाइल की उपयोग कैसे कर सकता है, और उसमें हम कुछ ध्यान देने की कुछ बातों है उसके बोला। वो तुम 7वीं कक्षा में पढ़ते समय तुम्हें कुछ पुरस्कार इस प्रकार वो क्या है? मैं 7वीं कक्षा में पढ़ने के समय मुझे इसी प्रकार पहली स्थान मिला। ओह, अच्छा। वो मैं इस प्रकार बोलता है, तुम जिला कलोत्सव में भी अच्छा पहला स्थान मिलूँगा, तुम्हें मिलूँगा, मेरी कामना। ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേള 1-2 തീയതികളിലായി ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നു. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ് കുട്ടികൾ. കാസർഗോഡ് സബ് ജില്ലാതല കായിക മത്സരത്തിൽ 3, 4 തീയതികളിലായി അടുത്തതുമായ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നതാണ്. കായിക താരങ്ങൾ പരിശീലനത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബേത്തൂർ പാറയിൽ നടന്ന കാസർഗോഡ് സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ രചനാ മത്സരങ്ങളിൽ MRS മികവ് തെളിയിച്ചു. 6 ഒന്നാം സ്ഥാനങ്ങൾ. കഥാരചനയിൽ സുധന്യയും കവിതാരചനയിൽ അഹല്യയും ഒന്നാം സ്ഥാനത്താണ്. ലളിതഗാനത്തിൽ അനുശ്രീ KK, ചിത്രരചനയിൽ നീതു. कुछ गड़बड़ी ഹിന്ദി പ്രസംഗത്തിൽ ബബിത ബാലൻ. कुछ സംഘഗാനത്തിൽ ഒന്നാം സ്ഥാനം. MRS വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.